അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തയമ്മം ചെയ്യേണ്ടത് എപ്രകാരമാണ്? എപ്പോഴാണ് തയമ്മം ചെയ്യേണ്ടത്? യസിഹു തയമ്മം ബികുല്ലി മാ സഅദ അലാ വജ്ഹിൽ അർദ് മിൻ തുറാബ് വതീൻ വഹജർ വറംൽ വഫഖാർ ലിഖൗലിഹി തആല ഫതയമ്മമു സഈദൻ ത്വയ്യിബ. വൃത്തിയുള്ള പ്രതലത്തിൽ നിന്ന് തയമ്മം ചെയ്യാവുന്നതാണ്. സൂറത്ത് നിസാഇന്റെ 43-ാമത്തെ വചനം പഠിപ്പിക്കുന്നത് പോലെ സഈദ് എന്നുള്ള പദത്തിന്റെ അർത്ഥം ഭൂമുഖം, ഭൂമിയുടെ പ്രതലം. ശുദ്ധിയുള്ള ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന്, അത് മണ്ണായാലും മണലായാലും ചെളിയായാലും കല്ലായാലും എല്ലാം, അതിൽ നിന്നെല്ലാം തയമ്മം ചെയ്യാം എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. الطريقة الصحيحة بينها النبي صلى الله عليه وسلم في حديث عمار بن ياسر في الصحيحين. قال له إنما يكفيك أن تقول بيديك هكذا ثم ضرب بهما العرض ضرب بهما العرض أي بكفيه ثم مسح بهما وجهه وكفيه. അമ്മാർ ബിൻ യാസിറിനെ തയമ്മം പഠിപ്പിക്കുന്നതായ ഒരു ഹദീസ് ബുഖാരിയിലും മുസ്ലിമിലുമുണ്ട്. പ്രസ്തുത ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം എങ്ങനെയാണ് തയമ്മം ചെയ്യേണ്ടതെന്ന്. 2 മുൻകൈകൾ കൊണ്ട് ഭൂപ്രതലത്തിൽ അടിക്കുക, ഒറ്റയടി അടിക്കുക. ശേഷം മുൻകൈ കൊണ്ട് മുഖവും അതുപോലെ തന്നെ 2 കൈകളും തടവുക. ഒറ്റയടി കൊണ്ട് തന്നെ മുഖവും അതുപോലെ തന്നെ 2 കൈകളും തടവുക എന്നുള്ളതാണ് തയമ്മത്തിന്റെ രീതിയായി ഹദീസുകൾ പഠിപ്പിക്കുന്നത്. ഇനി എപ്പോഴാണ് തയമ്മം ചെയ്യേണ്ടത് എന്നുകൂടി വിശുദ്ധ ഖുർആൻ സൂചന നൽകുന്നുണ്ട്. ഫലം തജിദൂ മാ ഫതയമ്മമു സഈദൻ ത്വയ്യിബ. വെള്ളം ഇല്ലെങ്കിൽ, വെള്ളം ഇല്ലാത്ത സാഹചര്യത്തിൽ തയമ്മം ചെയ്യാമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ആ സാഹചര്യത്തിൽ തയമ്മം ചെയ്യുമ്പോൾ ശുദ്ധിയുള്ള ഭൂപ്രതലത്തിൽ നിന്നാണ് തയമ്മം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മുഖവും കൈകളുമാണ് തടവേണ്ടത് എന്നുകൂടി ആയത്ത് പഠിപ്പിക്കുന്നു. فإذا كان في السفر وليس عنده ماء أو مريض لا يستطيع استعمال الماء ضرب بكفيه على الأرض ضربة واحدة ضربة خفيفة ثم مسح بهما وجهه وكفيه. അതിനാൽ ഒരാൾ ഒരു യാത്രയിലാണ്, വെള്ളം ഇല്ല, വെള്ളം കണ്ടെത്താൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ രോഗിയാണ്, വെള്ളം ഉപയോഗിക്കൽ ബുദ്ധിമുട്ടുള്ള അവസ്ഥ. അങ്ങനെയാണെങ്കിൽ തയമ്മം ചെയ്യാം. ഭൂമിയിൽ ലഘുവായ രീതിയിൽ, വളരെ ശക്തമല്ലാത്ത രീതിയിൽ, ചെറിയതായ രീതിയിൽ ഒരു അടി അടിക്കുക. എന്നിട്ട് മുഖവും 2 കൈകളും തടവുക എന്നുള്ളതാണ് തയമ്മം ചെയ്യാനുള്ള രീതിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്.